എവരിവൺ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അക്ഷയ് സാർ ആണ്. നല്ലോണം ശ്രദ്ധിക്കണേ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിപ്പിക്കാനാണ് ഇപ്പോൾ സാറ് നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത്. സോ മക്കൾ ഓൾറെഡി തമ്മിൽ കണ്ടതുപോലെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രൊകാരിയോട്ടിക് സെൽ ആൻഡ് യൂകാരിയോട്ടിക് സെൽ. ഈ ഒരു വീഡിയോയോടുകൂടി നമ്മൾ ആ രണ്ട് കാറ്റഗറി ഓഫ് സെല്ലുകളെ പൂർണ്ണമായും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിക്കും. അതോടൊപ്പം തന്നെ ഒരു രീതിയിലുള്ള കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിലുണ്ടാവില്ല. അതെൻ്റെ ഗ്യാരണ്ടിയാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. ആൻഡ് വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം. കാരണം എല്ലാവരും പഠിക്കണം. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. എല്ലാവരും പഠിക്കട്ടെ. സോ സെൽ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെൽസ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അതിൽ തന്നെ പ്രൊകാരിയോട്ടിക് സെൽ, യൂകാരിയോട്ടിക് സെൽ, ഇതാണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഇന്ന് നമ്മൾ പഠിക്കേണ്ടതായ കാര്യം പ്രൊകാരിയോട്ടിക് സെൽ ആൻഡ് യൂകാരിയോട്ടിക് സെല്ലാണ്. അപ്പോൾ ഞാൻ തന്നെ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഈ പ്രൊകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലും നമ്മൾ കയ്യിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ പറയുകയാണെ, കയ്യിലിങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. കയ്യിൽ എന്തായാലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, വളരെ ചെറുതാണ്. എങ്കിലും ഞാൻ പറയണം. അപ്പോൾ രണ്ട് സെല്ലിൽ ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പുറത്ത് പ്രൊകാരിയോട്ടിക് സെല്ലുണ്ട്, ഇപ്പുറത്ത് യൂകാരിയോട്ടിക് സെല്ലുണ്ട്. അപ്പോൾ രണ്ട് സെല്ലിനെ ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. മാറി മാറി നോക്കുമ്പോൾ ഇതിൽ സിമ്പിൾ സെല്ലാകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രൊകാരിയോട്ടിക്കാണ്. വളരെ പ്രിമിറ്റീവ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സെല്ല് ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രൊകാരിയോട്ടിക് സെല്ലാണ്. സിമ്പിളാണ്, അതിൻ്റെ സ്ട്രക്ചർ വളരെ സിമ്പിളാണ്. എന്നാൽ യൂകാരിയോട്ടിക് സെല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ അത് അല്പം കോംപ്ലക്സിറ്റി ഉള്ള സെല്ലാണ്. കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. അതിൻ്റെ സ്ട്രക്ചർ ആയിക്കോട്ടെ, അതിൻ്റെ അകത്തുള്ള ഘടകങ്ങളായിക്കോട്ടെ, അതിനകത്തുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ ലിറ്റിൽ ബിറ്റ് കോംപ്ലക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം പിടികിട്ടില്ലേ? പ്രൊകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൽ സിംപ്ലസ്റ്റ് സെൽ എന്ന് പറയുന്നത് പ്രൊകാരിയോട്ടിക് സെൽ, യൂകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്. ഒരു ഐഡിയ കിട്ടിയല്ലോ? ഓക്കെ. അപ്പോൾ സിമ്പിൾ സെല്ലായ പ്രൊകാരിയോട്ടിനെ നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. പ്രൊകാരിയോട്ടിന് ഏറ്റവും മികച്ച എക്സാമ്പിൾ ബാക്ടീരിയയാണ്. പ്രൊകാരിയോട്ടിക് സെല്ലിൻ്റെ ഏറ്റവും മികച്ച എക്സാമ്പിൾ ബാക്ടീരിയൽ സെല്ല് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബാക്ടീരിയൽ സെല്ല് നോക്കുകയാണെങ്കിൽ, ഞാൻ ഒരു ഫിഗർ വെച്ച് തന്നെ അത് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാനൊരു ഫിഗർ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫിഗർ എടുത്തു. ഈ ബാക്ടീരിയത്തെ മാത്രം നിങ്ങൾ നോക്കാം. ഓക്കെ, ഈ ബാക്ടീരിയത്തെ മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ബാക്ടീരിയൽ സെല്ല് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഘടന, അതിൻ്റെ സ്ട്രക്ചർ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൃത്യമായ ഒരു ന്യൂക്ലിയസ് അവിടെ കാണാൻ പറ്റില്ല. ഒരു വെൽ ഡിഫൈൻഡ് ആയ ന്യൂക്ലിയസ് അവിടെ ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സെല്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ന്യൂക്ലിയസിന് ചുറ്റിലും ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലേ? ന്യൂക്ലിയസിന് ചുറ്റും കാണുന്ന മെംബ്രെയിനാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയാം. പക്ഷേ നമ്മൾ ഒരു ബാക്ടീരിയൽ സെല്ലിൻ്റെ അകത്ത് പരിശോധിച്ചാൽ, ഓക്കെ, ഒരു ബാക്ടീരിയൽ സെല്ലിൻ്റെ അകത്ത് പരിശോധിച്ചാൽ ഇത്തരത്തിൽ ന്യൂക്ലിയർ മെംബ്രെയിനും കാര്യങ്ങളൊന്നും ഇല്ല. മറിച്ച് നമുക്ക് അവിടെ ജനറ്റിക് മെറ്റീരിയൽ എക്സ്പോസ്ഡ് ആയിരിക്കും. ഇതുപോലെ ഇങ്ങനെ, ഇത് ജനറ്റിക് മെറ്റീരിയലാണ്. ഈ ജനറ്റിക് മെറ്റീരിയൽ എക്സ്പോസ്ഡ് ആണ്. കണ്ടോ, ഇതുപോലെ എക്സ്പോസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാണുന്നുണ്ടല്ലോ നമ്മൾ, എക്സ്പോസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ അവർക്ക് ചുറ്റിലും എന്തില്ല, ഒരു മെംബ്രെയിൻ ഇല്ല. ന്യൂക്ലിയസിന് ഒരു മെംബ്രെയിൻ ഇല്ല. അപ്പോൾ ന്യൂക്ലിയസിന് മെംബ്രെയിൻ ഇല്ലാത്തത് കൊണ്ട് ഒരു വെൽ ഡിഫൈൻഡ് ആയ ന്യൂക്ലിയസ് അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ജനറ്റിക് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇവിടെ എക്സ്പോസ്ഡ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ന്യൂക്ലിയോയിഡ് എന്നാണ് പറയുക. എന്താ പറയുക? ന്യൂക്ലിയോയിഡ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, പ്രൊകാരിയോട്ടിക് സെല്ലിൽ നമുക്ക് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല. വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ടോ? ഇല്ല. മനസ്സിലായോ? പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽസ് ഇവിടെ കാണില്ല. സെല്ലിൻ്റെ അകത്ത് കുറേ ഓർഗനൽസ് ഇല്ലേ, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇങ്ങനെയുള്ള ഓർഗനൽസ്, ദേ ആർ ഓൾ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനൽസ്. അങ്ങനെ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓരോ ഓർഗനൽസും നമുക്ക് ഒരു പ്രൊകാരിയോട്ടിക് സെല്ലിൽ കാണാൻ പറ്റില്ല. മനസ്സിലായ? ഒരു പ്രൊകാരിയോട്ടിക് സെല്ലാണോ അതിൽ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനൽസ് ഉണ്ടാവില്ല. ഉണ്ടാവുന്നുണ്ട്, റൈബോസോം പോലുള്ള വളരെ ചെറിയ പ്രോട്ടീൻ സിന്തസൈസിങ് സൈറ്റുകൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ നിങ്ങൾക്ക് ഈ ബാക്ടീരിയൽ സെല്ലിന് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പിന്നെ ഫ്ലജല്ലം പോലത്തെ സ്ട്രക്ചർ, ലോക്കോമോഷന് സഹായിക്കുന്ന സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു പ്രൊകാരിയോട്ടിക് സെല്ല് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല, മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽസും അതിനകത്ത് കാണുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എക്സാമ്പിൾ ബാക്ടീരിയൽ സെൽ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ യൂകാരിയോട്ടിക് സെൽ എടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് സെൽ, ആനിമൽ സെൽ, ഇതൊക്കെ യൂകാരിയോട്ടിക് സെല്ലാണ്. നിങ്ങൾക്ക് വ്യക്തമായി തന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് പ്ലാന്റ് സെല്ലാണ്, ഈ കാണിച്ചിരിക്കുന്നത് ആനിമൽ സെല്ലാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ ഒരു ന്യൂക്ലിയസ് കാണാൻ പറ്റും. ഇവിടെ പ്ലാന്റ് സെല്ലിൻ്റെ കേസിൽ ആ ന്യൂക്ലിയസ് നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ആനിമൽ സെല്ലിൻ്റെ കേസിൽ നമുക്ക് ആ ന്യൂക്ലിയസ് ഇവിടെ കാണാം. എന്തുകൊണ്ടാണ് നമുക്ക് ന്യൂക്ലിയസ് അതുപോലെ ഇൻടാക്റ്റ് കാണുന്നത്? ആ ന്യൂക്ലിയസിനൊക്കെ തന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ഡബിൾ ലെയർഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ളതുകൊണ്ട് നമുക്കത് വ്യക്തമായി കാണാം. മാത്രമല്ല അതിനകത്ത് ജനറ്റിക് മെറ്റീരിയൽ എല്ലാ കാര്യങ്ങളും അതിനകത്താണ്. അപ്പോൾ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് കാണുന്നു എവിടെ? യൂകാരിയോട്ടിക് സെൽ. അപ്പോൾ യൂകാരിയോട്ടിക് സെല്ലിൽ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. മനസ്സിലാക്കാം, ക്ലിയർ ആക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്സ്, പ്ലാന്റ് സെല്ലാകുമ്പോൾ പ്ലാസ്റ്റിഡ്സ് ഉണ്ടാവും.
പിന്നെ എന്താ പറയുക ഗോൾഗി ബോഡീസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇതൊക്കെ നമുക്ക് കാണാം. അല്ലെ ഇവിടെയാണെങ്കിൽ നോക്കിക്കോളൂ, ഗോൾഗി ബോഡീസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്. ഇങ്ങനെയുള്ള മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു പ്രോകാരിയോട്ടിക് സെൽ എടുത്താൽ ശ്രദ്ധിച്ചോളൂ, നമ്മളിപ്പോൾ സെല്ല് പ്രോകാരിയോട്ടിക്കും യുകാരിയോട്ടിക്കും ഉണ്ടെന്ന് പറഞ്ഞു, പ്രോകാരിയോട്ടിക് സെല്ലും യുകാരിയോട്ടിക് സെല്ലും ഉണ്ടെന്ന് പറഞ്ഞു. അതിലിപ്പോൾ നമ്മൾ പ്രോകാരിയോട്ടിക് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾ, പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ എക്സാമ്പിളാണ് ആര്? ബാക്ടീരിയൽ സെൽ. ബാക്ടീരിയൽ സെൽ എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ എക്സാമ്പിളാണ്. ഇനി മക്കളെ യുക്കാരിയോട്ടിക് സെല്ലിൻ്റെ എക്സാമ്പിളാണ് പ്ലാന്റ് സെൽ, ആനിമൽ സെൽ. നമ്മുടെ ബോഡിയിലെ സെല്ലൊക്കെ യുക്കാരിയോട്ടിക് സെല്ലിൻ്റെ എക്സാമ്പിളാണ്. ഇനി അതിൻ്റെ ഡിഫറൻസസിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പ്രൊകാരിയോട്ടിക് സെല്ലിൻ്റെ ഡിഫറൻസസ് നമുക്ക് ആദ്യം ഒന്ന് വിശദമായി തന്നെ ഒന്ന് നോക്കാം. പ്രൊകാരിയോട്ടിക് സെല്ലിൻ്റെ വിശദ വിവരങ്ങൾ നമുക്ക് നോക്കാം. പ്രൊകാരിയോട്ടിക് സെൽ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരം സെല്ലുകൾക്ക് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ന്യൂക്ലിയർ മെംബ്രെയിനും കാര്യങ്ങളൊക്കെ ആബ്സെൻ്റ് ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടോ? ഇല്ല. ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആണ്. ന്യൂക്ലിയസിൻ്റെ ചുറ്റിലും മെംബ്രെയിൻ ഇല്ല, ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആണ്. അപ്പോൾ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ആ ജനറ്റിക് മെറ്റീരിയൽ എക്സ്പോസ്ഡ് ആണ്, നേക്കഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കാരണം ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലല്ലോ. അപ്പോൾ ഇത് ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയോയിഡ്. അതിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയോയിഡ് എന്നാണ് വിളിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ലാക്കിംഗ് മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനൽസ്. മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽസ് ഒന്നും തന്നെ നമുക്ക് കാണില്ല. അവിടെ എല്ലാ ആക്ടിവിറ്റീസും നടക്കുക, റിയാക്ഷൻസ് ഒക്കെ നടക്കുക സൈറ്റോപ്ലാസം ഒക്കെ ഉണ്ടാവും. അവിടെ വെച്ച് തന്നെയാണ് സെല്ലിൻ്റെതായ ആക്ടിവിറ്റീസും കാര്യങ്ങളും റിയാക്ഷൻസ് ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം പ്രൊകാരിയോട്ടിക് സെല്ലിന് സെൽവാൾ ഉണ്ട്, ബാക്ടീരിയൽ സെല്ലിന് സെൽവാൾ ഉണ്ടല്ലോ, ഉണ്ട് സെൽവാൾ ഉണ്ട്. ബാക്ടീരിയൽ സെല്ലിന് സെൽവാൾ ഉണ്ട്, മെയ്ഡ് ഓഫ് പെപ്റ്റൈഡ് ഗ്ലൈക്കൻ. പിന്നെ സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ഫ്ലൂയിഡ് മാട്രിക്സ് ഉണ്ട്, പിന്നെ റൈബോസോംസ് ഉണ്ട്, ഫ്ലജലം എന്ന് പറയുന്നത് ആ ഒരു ലോക്കോമോട്ടറി സ്ട്രക്ചറാണ്. ഞാൻ ചിത്രം വരച്ചപ്പോൾ ഒരു വിപ്പ് ലൈക്ക് സ്ട്രക്ചർ പറഞ്ഞില്ലേ, അതാണ് ഫ്ലജലം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഒരു യൂക്കാരിയോട്ടിക് സെല്ല് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, എക്സാമ്പിൾ പ്ലാന്റ് സെല്ല്, ആനിമൽ സെല്ലൊക്കെ യൂക്കാരിയോട്ടിക് സെല്ലാണ്. അതിൽ നമുക്ക് ആദ്യം പ്ലാന്റ് സെല്ലിനെ നമുക്കൊന്ന് പഠിക്കാം. പ്ലാന്റ് സെല്ല്, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. പ്ലാന്റ് സെല്ലിനെ കുറിച്ച് പറയുമ്പോൾ അതിനെന്തുണ്ട്? വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. കാരണം യൂക്കാരിയോട്ടിക് സെല്ലാണല്ലോ, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽസ് ഉണ്ട്. അതിനകത്തുണ്ട്. പ്ലാന്റ് സെല്ല് ആയതുകൊണ്ട് അതിന് മാത്രമായി കാണപ്പെടുന്ന, ആനിമൽ സെല്ലിൽ കാണാത്ത എന്നാൽ പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്ന കുറച്ച് സംഗതികളാണ് ഈ കാണിച്ചിരിക്കുന്നതൊക്കെ. സെൽവാള്, പിന്നെ വലിയ വാക്യൂൾ, ലാർജ് വാക്യൂൾ, പിന്നെന്താണ് ക്ലോറോപ്ലാസ്റ്റ് ഓർ പ്ലാസ്റ്റിഡ്സ് അല്ലേ, നമുക്ക് പ്ലാന്റ് സെല്ലിൽ കാണുന്നതാണ്. ആനിമൽ സെല്ലിൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ സെൽവാൾ നമുക്ക് ബാക്ടീരിയൽ സെല്ലിലും കാണാൻ പറ്റും. ഫംഗൽ സെൽവാളിലും ഫംഗസിൻ്റെ സെല്ലിലും ബാക്ടീരിയത്തിൻ്റെ സെല്ലിൽ സെൽവാൾ കാണും. പക്ഷേ ആനിമൽ സെല്ലിൽ സെൽവാൾ കാണില്ല, പ്ലാന്റ് സെല്ലിൽ സെൽവാൾ കാണും. മറ്റ് ഓർഗനൽസ് ഏതൊക്കെയാണ്? മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡി, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, ഇതൊക്കെ ആനിമൽ സെല്ലിലും കാണും. ഓക്കെ, ആനിമൽ സെല്ലിലും കാണുന്നതാണ്. ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും കാണുന്നതാണ് മറ്റ് ഓർഗനൽസ്. ഇനി ആനിമൽ സെല്ലും എന്തിന് എക്സാമ്പിളാണ്? യുക്കാരിയോട്ടിക് സെല്ലിന് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് യുക്കാരിയോട്ടിക് ആയതുകൊണ്ട് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്, മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് അവിടെ ഉണ്ട്. പിന്നെ ആനിമൽ സെല്ലിനെ പ്ലാന്റ് സെല്ലുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഇല്ലാത്ത കാര്യം, ലാക്ക് ചെയ്യുന്നത് എന്താണ്? ഇല്ലാത്ത കാര്യം എന്താ? സെൽവാൾ ഇല്ല. പ്ലാന്റ് സെല്ലിന് ആനിമൽ സെല്ലിന് ഏറ്റവും പുറത്ത് സെൽ മെംബ്രെയിനാണ്, സെൽവാൾ ഇല്ല. പിന്നെ ക്ലോറോപ്ലാസ്റ്റ് ഒരു പ്ലാസ്റ്റിഡ്സ് ഇല്ല. പ്ലാസ്റ്റിഡ്സ് ഉണ്ടോ? ആനിമൽ സെല്ലിൽ നിങ്ങൾക്ക് എന്ത് കാണില്ല? പ്ലാസ്റ്റിഡ്സ് കാണില്ല. പിന്നെ എന്തൊക്കെ കാണും? ലൈസോസോം കാണും, മൈറ്റോകോൺട്രിയ കാണും, ഗോൾഗി ബോഡി കാണും, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണും, വാക്യൂൾ കാണും, റൈബോസോം കാണും. വാക്യൂൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെരി വെരി സ്മോൾ ആണ്, യൂഷ്വലി ആബ്സെൻ്റ് ആണ്. ഇഫ് പ്രസൻറ്റ് വളരെ വളരെ ചെറുതായിരിക്കും. പ്ലാന്റ് സെല്ലിലാണ് വലിയ വാക്യൂൾ ഉണ്ടാവും. എബൌട്ട് 50 to 90% ഓഫ് സെൽ വോളിയം പ്ലാന്റ് സെല്ലിൽ എന്താണ്? വാക്യൂളാണ്. പക്ഷേ ആനിമൽ സെല്ലിൽ ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ 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 എന്തായിരിക്കും? ചെറുതായിരിക്കും എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ഫിഗറാണ് ബാക്ടീരിയൽ സെൽ, പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ. അപ്പോൾ ഇവിടെ ബാക്ടീരിയൽ സെൽ പ്രൊകാരിയോട്ടിക് ആണ്, പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും യൂക്കാരിയോട്ടിക് ആണ്. ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ടേബിൾ കൂടി പഠിച്ചിട്ട് നമുക്ക് നിർത്താം. കമ്പാരിസൺ ടേബിളാണ്. പ്രൊകാരിയോട്ടിക് സെല്ലും യുക്കാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ടേബിളാണ്. അപ്പോൾ പ്രിമിറ്റീവ് ന്യൂക്ലിയസ്, ആദിമ ന്യൂക്ലിയസ്, അതായത് പ്രിമിറ്റീവ് ന്യൂക്ലിയസ് എന്ന വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് അല്ല, ജസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ മാത്രം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയോയിഡിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ന്യൂക്ലിയോയിഡ്. അപ്പോൾ ഈ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? പ്രൊകാരിയോട്ടിൽ മാത്രമേ ഉള്ളൂ. എവിടെ ഇല്ല? യൂക്കാരിയോട്ടിൽ ഇല്ല. അപ്പോൾ ആബ്സെൻ്റ് ആണ്. ന്യൂക്ലിയോയിഡ് എവിടെ മാത്രമാണ്? പ്രൊകാരിയോട്ടിൽ, ബാക്ടീരിയൽ സെല്ലിൽ മാത്രമാണ് ന്യൂക്ലിയോയിഡ് കാണാം. ഇനി ഡയാമീറ്റർ പറയാം. ഒരു ടിപ്പിക്കൽ ഒരു സെൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ 1 to 10 മൈക്രോമീറ്റർ ആണ് ഫോർ പ്രൊകാരിയോട്ടിക് സെൽ, 10 to 100 മൈക്രോമീറ്റർ ആണ് യുക്കാരിയോട്ടിക് സെൽ. അപ്പോൾ സെല്ലിൻ്റെ ഒരു ഡയമീറ്റർ ആണ് കാണിച്ചിരിക്കുന്നത്.
നമ്പർ ഓഫ് സെൽസ് ഇൻ എൻ ഓർഗാനിസം. പ്രൊക്കാരിയോട്ടിക് സെല്ലുകൾ കാണുന്ന ജീവികൾ സാധാരണ യൂണിസെല്ലുലറാണ്. ബാക്ടീരിയ പോലുള്ള യൂണിസെല്ലുലാർ ജീവികൾക്ക് മാത്രമാണ് പ്രൊക്കാരിയോട്ടിക് സെൽ. ആർക്കി, ബാക്ടീരിയം ഇതൊക്കെ എന്താണ്? പ്രൊക്കാരിയോട്ടിക് ആണ്. എന്നാൽ യുക്കാരിയോട്ടിക്കിന് യൂണിസെല്ലുലാർ ഓർഗാനിസം ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഉണ്ട്. പ്ലാന്റ്സ്, ആനിമൽസ് ഒക്കെ മൾട്ടി സെല്ലുലാറാണ്. പിന്നെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള യുക്കാരിയോട്ടിന് എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. യൂണിസെല്ലുലാർ യുക്കാരിയോട്ടിന് എക്സാമ്പിളാണ് നമുക്ക് അമീബ പറയാം, യൂഗ്ലീന, ഈസ്റ്റ്, ഇതൊക്കെ എക്സാമ്പിളാണ് കേട്ടോ. എക്സെട്ര ഇതൊക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. പിന്നെ അടുത്തതായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനൽസ് ഉണ്ടോ? പ്രോകാരിയോട്ടിക്കിൽ ഇല്ല. ഇല്ല. യൂകാരിയോട്ടിക്കിൽ ഉണ്ട്. മെംബ്രെയിൻ ബൗണ്ടഡ് ന്യൂക്ലിയസ് ഉണ്ടോ? പ്രോകാരിയോട്ടിക്കിൽ ഇല്ല, യൂകാരിയോട്ടിക്കിൽ ഉണ്ട്. കൃത്യമായി പഠിക്കുക, കൃത്യമായി എഴുതി വെക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്. ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ പ്രൊകാരിയോട്ടിക് സെൽ എന്താണെന്നും യൂകാരിയോട്ടിക് സെൽ എന്താണെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. മറ്റൊരു സ്ഥലത്ത് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.